ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്ന് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ 33-ാമത്തെ വാക്യം പ്രകാരം പറഞ്ഞു. മുകളിൽ പറഞ്ഞവരെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങളിലാണ് തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പോൾ അപ്രകാരമുള്ളവരെ എല്ലാവരെയും ഒരേ രീതിയിലൊന്ന് ചൂണ്ടിക്കാണിച്ച് പേര് പറഞ്ഞിട്ട് 33-ാമത്തെ വാക്യം പറയുന്നു എന്തൊക്കെയാണ് അവർ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നത്. 33-ാമത്തെ വാക്യം പറഞ്ഞ് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. മുകളിൽ പറഞ്ഞവർ രാജ്യങ്ങളെ കീഴടക്കുവാനായിട്ട് കാരണമായി തീർന്നു. നമ്മൾ ഇവരുടെ ലൈഫിൽ കൂടെ നമ്മൾ കണ്ടു. രണ്ടാമത് അവർ ചെയ്തത് നീതി നടത്തി. ദാവീദിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നീതി നിർവഹിക്കുവാനായിട്ട് കാരണമായി തീർന്നു. 3 നമ്മളിവിടെ കണ്ടത് അവർ വാഗ്ദത്തം പ്രാപിച്ചു. ദൈവം അവർ കൊടുത്ത വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. 4 അവിടെ കാണുന്നത് സിംഹങ്ങളുടെ വായടച്ചു. ഇന്ന് രാത്രി നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സിംഹങ്ങളുടെ വായടച്ചു. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനമായിട്ട് നമുക്ക് സിംഹങ്ങളുടെ വായ അടച്ചു എന്നുള്ള വേർഡ് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതും ഇത് എബ്രായ ലേഖനകർത്താവ് എഴുതപ്പെടുവാനായിട്ടിടയായിത്തീർന്നതും പ്രധാനമായിട്ട് ദാനിയേലിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ വീഴപ്പെടുവാനിടയായിത്തീർന്നു. സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു. അപ്പോൾ അതിനെ മുൻപിൽ കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് ഈ വിഷയങ്ങൾ വിവരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദ ഫെയ്ത്ത് ഓഫ് ദാനിയേൽ. സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ചാപ്റ്റർ 6 അതിൻ്റെ 23-ാമത്തെ വാക്യം വേഴ്സ് 23 വളരെ ശ്രദ്ധയോടുകൂടി ആ വാക്യം വായിക്കണം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അപ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ ദാനിയേൽ മനസ്സിലാക്കിയൊരു വിഷയമാണ്, ഈ സിംഹത്തിൻ്റെ ഗുഹയിൽ ഞാൻ വീണപ്പെട്ടാലും ഈ സിംഹം എന്നെ കടിച്ചു കൊല്ലുകയില്ല. ഇടുന്നതിന് മുൻപ് തന്നെ ദാനിയേൽ മനസ്സിലാക്കി. ദൈവത്തിൽ ദാനിയേൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. ദൈവം ഈ സിംഹങ്ങളെ കൊണ്ട് എനിക്കൊരു ദോഷവും വരുത്തുകയില്ല. നിങ്ങൾ മനസ്സിലാക്കിയോണം, ആരൊക്കെയോ ദാനിയേലിനെ വലിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ടപ്പോൾ സിംഹങ്ങളുടെ വായ സ്വർഗ്ഗത്തിലെ ദൈവം അടക്കിയല്ല ചെയ്തത്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ദാനിയേൽ വിശ്വാസത്തോടുകൂടെ കിടന്നപ്പോൾ ദാനിയേലിൻ്റെ വിശ്വാസമാണ് സിംഹങ്ങളുടെ വായ അടയ്ക്കുവാനിടയായി. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ദാനിയേലിനെ സിംഹക്കുഴിയിട്ടു, സ്വർഗ്ഗത്തിലെ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ഒരുപക്ഷെ തോന്നുമായിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ആ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദാനിയേൽ വിശ്വസിക്കുകയുണ്ടായി, ഈ സിംഹം എനിക്കൊരു കേട് വരുത്തുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നല്ല വശങ്ങളും തെറ്റുവശങ്ങളും ഒരുപോലെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. ശരിയായിരിക്കുന്ന വശങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ ചീത്ത വശങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. ആരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തുടക്കം മുതൽ തന്നെ ആദമിനെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ആദമിൻ്റെ ജീവിതത്തിൽ നന്മയുടേതായിരിക്കുന്ന ചില കണികളും അതോടൊപ്പം തന്നെ വീഴ്ചയുടേതായിരിക്കുന്ന ചില വശങ്ങളും വേദപുസ്തകം ക്ലിയറായിട്ട് വെളിപ്പെടുത്തി. ആദമിൻ്റെ മുൻപിൽ വന്നതായിരിക്കുന്ന സകല ജീവജാലങ്ങൾക്ക് ആദം പേരിടുവാൻ തക്കവണ്ണം ദൈവീയ പരിജ്ഞാനം ആദമിനുണ്ടായിരുന്നപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം തെറ്റ് കാണിച്ചതായിട്ടും വേദപുസ്തകം വെളിപ്പെടുത്തി. തുടർന്ന് താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ വിശ്വാസവീരന്മാരുടെ ജീവിതത്തിലും അവരുടേതായിരിക്കും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ
അപ്പം നെഗറ്റീവ് സൈഡ് ഇല്ലാതിരിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. അവർക്ക് നെഗറ്റീവ് സൈഡ് അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത്, വന്നിട്ടില്ല എന്നുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതിൽ ഒരു ക്യാരക്ടറാണ് യോസെഫ് എന്ന് പറയുന്നത്. താൻ വളർത്തപ്പെട്ടപ്പോൾ തന്നെ ദൈവ പൈതലായി വളർത്തപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ ദൈവ പൈതലായി ജീവിച്ചു. തൻ്റെ അവസാന മരണത്തിൻ്റെ സമയം യോസെഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാ. ആ സമയവും വിശ്വാസത്തിൽ യോസെഫ് മരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ യോസെഫ് കടന്നുപോയി. ഒത്തിരി ടെംപ്റ്റേഷൻസ് യോസെഫിനുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ടെംപ്റ്റേഷൻ പോലും യോസെഫ് വീഴുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. യോസെഫിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് യാതൊന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്രകാരമുള്ള വേറെ ക്യാരക്ടറാണ് ദാനിയേൽ എന്ന് പറയുന്നത്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ യാതൊരു ബ്ലാക്ക് സ്പോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ദാനിയേലിൻ്റെ കഴിഞ്ഞ കാല അവസ്ഥ എന്തെന്ന് പറയുന്നതിലും ദാനിയേലിനെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് തൻ്റെ യങ് സ്റ്റേജിലാണ്. താൻ ഒരു യൗവനക്കാരനായി തീർന്നപ്പോൾ ഏതാണ്ട് 14-15 വയസ്സ് പ്രായമുള്ള സമയമായിരിക്കണം ദാനിയേൽ വേദപുസ്തകത്തിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ഒരു അനുഗ്രഹപ്രദമായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല ദാനിയേൽ വെളിപ്പെടുവാനിടയായി തീർന്നത്. നിങ്ങൾക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സേനാധിപതികളോട് ഇപ്രകാരം കൽപ്പിക്കുകയുണ്ടായി. യെരൂശലേമിലെ യഹൂദയിൽ രാജപുത്രന്മാരിലും കുലീനപുത്രന്മാരിലും യോഗ്യന്മാരായിരിക്കുന്നവരെ നിങ്ങൾ എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ആ കൂട്ടത്തിൽ വന്ന 4 പേരെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം വേദപുസ്തകം പറയുന്നില്ല. അതിന് കാരണം ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതായിരിക്കുന്ന പ്രത്യേകത ഈ 4 പേർക്കുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ കുടുംബം നല്ലതായിരിക്കാം, അനുഗ്രഹം നല്ലതായിരിക്കാം, പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോണം, ദൈവത്തിലുള്ള വിശ്വാസമില്ല എങ്കിൽ നിന്റെ പേര് പോലും ആരും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീരും. എന്താ ദാനിയേലിൻ്റെ അതിലൊരുവനായിരുന്നു ദാനിയേൽ. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലും യോസെഫുമായിട്ട് ഒത്തിരി ബന്ധങ്ങളെ, സാമ്യങ്ങളെ കാണുവാൻ സാധിക്കും. ദാനിയേൽ യോസെഫുമായിട്ട് ഒത്തിരി സാമ്യങ്ങൾ. ഒന്നാമത്തെ സാമ്യം, യൗവനപ്രായത്തിൽ 2 പേരും അടിമകളായി കൊണ്ടുപോക്കപ്പെട്ടു, ബദ്ധന്മാരായി കൊണ്ടുപോയി. യോസെഫിനെ കൊണ്ടുവന്നു, ദാനിയേലിനെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം ദാനിയേൽ ഇപ്പോൾ എവിടെ? ബാബിലോൺ സാമ്രാജ്യത്തിൽ. 2 പേരുടെയും രണ്ടാമത്തെ പ്രത്യേകത, ന്യായമില്ലാതെ 2 കൂട്ടരും ഉപദ്രവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. യോസെഫിനെ സഹോദരന്മാർ പൊട്ടക്കണ്ടിലിട്ടു. ഫറവോൻ്റെ കാരാഗ്രഹത്തിൽ കിടന്ന് ദീർഘവർഷങ്ങൾ തെറ്റിയാതെ താൻ ഉപദ്രവിക്കപ്പെടുവാനിടയായി തീർന്നു. അതേ രീതിയിലാണ് ദാനിയേലിൻ്റെ ജീവിതത്തിലും തെറ്റ് ചെയ്യാതെ ഉപദ്രവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. മൂന്നാമത്തെ പ്രത്യേകത, 2 പേരും ഭരണാധികാരികളാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനമാണ്. The interpretation of dreams were exalted them to rulership. യോസെഫ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ദാനിയേൽ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. എവിടേക്ക് വന്നു? ഭരണാധികാരികളുടെ ലെവലിലേക്ക് വന്നു. 2 പേരുടെയും നെക്സ്റ്റ് പ്രത്യേകത, 2 പേരും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒരു വിശുദ്ധ ജീവിതം 2 പേരും നയിപ്പാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നു, ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദാനിയേൽ ജീവിതത്തിൽ ഒരു കുറ്റങ്ങൾ പോലും, നിങ്ങൾ ദാനിയേലിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, വാസ്തവത്തിൽ ദാനിയേലിനെ കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഉള്ളം വളരെ സന്തോഷിച്ചു. ഒരു നല്ല ഒരു ജീവിതം ദാനിയേലിനെ പോലെ നയിച്ച് അവസാനിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. ദാനിയേലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, രാജസന്തതിയിൽ വെച്ച് കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലന്മാരെ വരുത്തണം. അവിടെ നമ്മൾ കാണുന്നത് കൊണ്ടുവന്ന ബാലന്മാരിൽ ഒരുവനായിരുന്നു ഈ ദാനിയേൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അറ്റ് ദി യങ് സ്റ്റേജ്, ഏതാണ്ട് ബിറ്റ്വീൻ 14 to 15, 14 വയസ്സ് 15 വയസ്സ് പ്രായത്തിനിടയ്ക്കാണ്
ദാനിയേൽ രാജകൊട്ടാരത്തിൽ വരുവാനായിട്ട് കാരണമായി തീർന്നത്? അത് അനുകൂലമായ സാഹചര്യത്തിലല്ല, പ്രതികൂലമായ സാഹചര്യത്തിൽ. കൊട്ടാരത്തിൽ താൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരടിമയെ പോലെ ആയിരിക്കുകയാണ്. ബദ്ധരാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് യാതൊരുതുമായിരിക്കുന്ന സ്വയമത്തിൽ നിന്നൊന്നും പറയുവാനില്ല. പിന്നെയോ ഒരു ബദ്ധന്മാരായിട്ട് അവരായിരിക്കുന്ന അവസ്ഥ. എന്നാൽ എന്ത് സംഭവിച്ചു ഇവരുടെ ജീവിതത്തിൽ മുൻപോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, വായിച്ചോട്ട് അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ എന്ത് സംഭവിച്ചു? 70 വർഷക്കാലത്തെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. പിന്നീട് ആര് കടന്നു വന്നു? മേദ്യ പാർസി സാമ്രാജ്യം ഭരിക്കുവാൻ വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 14-ാമത്തെ വയസ്സിലാണ് ഈ ബാബിലോണിലേക്ക് കടന്നു വന്നതെങ്കിൽ നീണ്ട 70 വർഷക്കാലത്തിലെ ഭരണത്തിൽ ദാനിയേൽ എവിടെ നിൽപ്പുണ്ട്? രാജകൊട്ടാരത്തിലുണ്ട്. വയസ്സെത്രയായി? 84. ഒരല്പം കൂടെ മുൻപോട്ട് കടന്നു വന്നാൽ വായിച്ചോട്ടെ 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ, നമ്മൾ ഏറ്റവും ചുരുക്കമായിട്ട് ദാനിയേലിന്റെ ആയുസ് നമ്മൾ കാണുന്നത് പാർസി രാജാവായിരിക്കുന്ന കോരശിന്റെ 3-ാം ആണ്ട് വരെയുള്ള ചരിത്രങ്ങൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിയർ അബൌട്ട് ഒരു 90-95 ഇയേഴ്സ് ഓൾഡായിട്ടാണ് ഈ ദാനിയേൽ ലോകം വിട്ട് മാറ്റപ്പെടുവാനിടയായിരുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിലാണ് ദാനിയേൽ മരിച്ചത്. അപ്പോൾ ഈ പ്രായത്തിൽ ഒന്ന് മരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാട്ട് 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തോട് ദാനിയേൽ ആലോചിച്ച് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ പുസ്തകത്തിലെ മുദ്രയുടെ. വേഴ്സ് 13, 13-ാമത്തെ വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ. ആര് പറയുന്നതാ? സ്വർഗത്തിലെ ദൈവം. നിങ്ങൾ മനസ്സിലാക്കണം, തുടക്കം വളരെ അനുഗ്രഹമായിട്ട് തുടങ്ങി. 14-ാമത്തെ വയസ്സിലാണ് തൻ്റെ ചരിത്രത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അത് മുൻപുള്ള ഭാഗങ്ങൾ നമുക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. പക്ഷേ 14-ാം വയസ്സിൽ തൻ്റെ ജീവിതം തുടങ്ങുന്നത് ഒരു നല്ല ദൈവ പൈതലായി തുടങ്ങിയ തൻ്റെ ജീവിതം ഏതാണ്ട് 90 വയസ്സ് വരെ താൻ ജീവിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മരണത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ ഇപ്പോൾ നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നീ മരിച്ചുകൊള്ളുക. എന്തിനാ നീ മരിക്കുന്നത്? ഇത് നിനക്ക് വിശ്രമത്തിൻ്റെ സ്ഥലമാണ്, സമയമാണ്. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, കുഞ്ഞേ നീ ഒരു ഓഹരി പ്രാപിക്കുവാനായിട്ട് നീ കടന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥ! ഇതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ ജീവിതം എന്താ? വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ, 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. 6th chapter verse 4. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നെക്സ്റ്റ് വേർഡ് കൂടെ. നോക്കി അവസ്ഥ നോക്കി. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. ദാനിയേലിന്റെ ലൈഫിനെ കുറിച്ച് പറയുക, ഇത്രയും കാലം ദാനിയേൽ ജീവിച്ചിരിക്കേണ്ടി വന്നിട്ടും ദാനിയേലിന്റെ ജീവിതകാലത്തിലൊക്കെ ദാനിയേലിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിലും തൻ്റെ എല്ലാ മേഖലകളിലും ദാനിയേൽ വിശ്വസ്തനായിരുന്നുവെന്ന് കാണുകയാണ്. സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് പറയുക, അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ സാധിച്ചില്ല. തന്നെ അകാരണമായിട്ട് അസൂയയോടുകൂടെ തന്നെ ബദ്ധരാക്കുവാൻ ആഗ്രഹിച്ചവർ നോക്കിയിട്ട് പോലും ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിച്ചോണേ. ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ ദാനിയേൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ദാനിയേൽ എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, സിംഹങ്ങളുടെ വായ അടയ്ക്കുവാനായിട്ട് ദാനിയേലിന് കാരണമായി തീർന്നു. ദാനിയേലിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അത് 2 പാർട്ടുകളായിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് ആ 2 പാർട്ടുകളെ ഞാനിന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ വിശ്വാസം.
ഒന്ന്, ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗാഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതി. ചാപ്റ്റർ 1 വേഴ്സ് 6 and 7. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ പേരുകൾ മാറ്റി പുതിയ പേരുകൾ അവർ കൊടുത്തു. എന്തൊക്കെയായിരുന്നു പേരുകൾ? വായിച്ചാട്ടെ. ബത്സസർ എന്ന് പേര് കൊടുത്തു. ദാനിയേലിന്റെ പേര് മാറ്റി. എന്താ പേരിൻ്റെ അർത്ഥം? ബത്സസർ, എ സെർവൻ്റ് ഓഫ് ബേൽ. ബേൽ എന്നുള്ളത് അവരുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ദാസൻ, എ സെർവൻ്റ് ഓഫ് ബേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം, ദാനിയേൽ എന്നുള്ള വേണ്ട അർത്ഥം ഗാഡ് ഈസ് മൈ ജഡ്ജ്. എന്നാൽ എന്താക്കി തീർത്തു? ജാതികൾ അവരുടെ ദേവൻ്റെ ഒരു ശുശ്രൂഷനാക്കി മാറ്റി. ഹനന്യ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ്. ആ പേരാണ് ശദ്രക് എന്ന് മാറ്റിയത്. ശദ്രക് എന്നുള്ള പേരിൻ്റെ അർത്ഥം ഇൻസ്പയർഡ് ബൈ ദ സൺ ഓഫ് ഗാഡ്. ബൈ ദ സൺ, സൂര്യദേവൻ, സൂര്യദേവനാൽ ഇൻസ്പയർ ചെയ്യപ്പെടുന്നവൻ. മൂന്നാമത്തെ പേര് മിശായേൽ. ആ പേരിൻ്റെ അർത്ഥം ഹൂ ഈസ് വാട്ട് ഗാഡ് ഈസ്. ആ പുള്ളിക്ക് പേര് കൊടുത്തത് മേശക്. ആ പേരിൻ്റെ അർത്ഥം ഹൂ ഈസ് വാട്ട് ദ മൂൺ ഗാഡ് ഈസ്. നാലാമത്തെ പേര് അസരിയ. അസരിയ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ദ ലോർഡ് ഹെൽപ്സ്. പുള്ളിക്ക് കൊടുത്ത പേരാണ് അബദ്നഗോ. ആ പേരിൻ്റെ മീനിങ് ദ സെർവൻറ്റ് ഓഫ് നെബോ. നെബോ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം ദാനിയേൽ വെളിപ്പെടുത്തപ്പെട്ട 2 ഭാഗങ്ങൾ. ഒന്ന്, ഇൻ ഹിസ് ഏർലി സ്റ്റേജ്. 2, ഇൻ ഹിസ്